നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തീരുവ പ്രശ്നത്തിൽ അമേരിക്കയുമായി ഇടഞ്ഞതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കാനഡ. കനേഡിയൻ പ്രധാനമന്ത്രി മാർച്ച് ആദ്യവാരം ഇന്ത്യ സന്ദർശിച്ചേക്കും. യുറേനിയം, AI ഉൾപ്പെടെയുള്ള നിർണായക മേഖലകളിൽ കരാറുകൾ ഒപ്പുവയ്ക്കാൻ സാധ്യത. ഇന്ത്യ US വ്യാപാര കരാറിന് തടസ്സം നിൽക്കുന്നത് ട്രംപും JD വാൻസുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ടെഡ് ക്രൂസ്. ഇന്ത്യയും US തമ്മിലുള്ളത് ചരിത്രപരമായ ബന്ധമെന്ന റിപ്പബ്ലിക് ദിനാശംസയിൽ ട്രംപ്. വ്യാപാര കരാറിനെ പരാമർശിക്കാതെ സന്ദേശം. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ ഉലഞ്ഞ് CPM. ആരോപണം ഉന്നയിച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം B. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. കുഞ്ഞികൃഷ്ണൻ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കയായെന്നും പിന്നിൽ നിന്ന് കുത്തിയെന്നും ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പിരിച്ചതിൻ്റെ കണക്ക് പുറത്തു പറയില്ലെന്നും വിശദീകരണം. NSS SNDP സാമുദായിക ഐക്യ നീക്കത്തിന് തിരിച്ചടി. SNDPയുമായി ഐക്യം വേണ്ടെന്ന് NSS ഡയറക്ടർ ബോർഡ്. SNDP നീക്കത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. കൂടുതൽ അറിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസും UDFും സമുദായ സംഘടനകളുടെ ആഭ്യന്തരമായ കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്ന് VD സതീശൻ. 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് രാജ്യം. ധീര സൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർത്തവ്യപഥിൽ പതാക ഉയർത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിന്ന് വികസിത ഭാരതത്തിനായി പ്രവർത്തിക്കണമെന്ന് ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം. ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രവാസികളും വർണ്ണാഭമാക്കി റിപ്പബ്ലിക് ദിനം. ഇസ്ലാമാബാദ് വിമാനത്താവളം ഏറ്റെടുക്കുന്നതിനുള്ള കരാറിൽ നിന്നും UAE പിന്മാറി. തീരുമാനം സൗദിയുമായി ചേർന്ന് ഇസ്ലാമിക് NATO സഖ്യം രൂപീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതിനെ തുടർന്ന്. വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായി പ്രാദേശിക പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തതാണ് കരാർ ഉപേക്ഷിക്കാൻ കാരണമെന്ന വിശദീകരണവുമായി പാകിസ്ഥാൻ. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാനുള്ള നീക്കത്തിലാണ് കാനഡ. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി മാർച്ച് ആദ്യവാരം ഇന്ത്യ സന്ദർശിച്ചേക്കും. യുറേനിയം, AI ഉൾപ്പെടെയുള്ള നിർണായക മേഖലകളിലെ കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് തടസ്സം നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപും JD വാൻസും വൈറ്റ് ഹൗസ് സാമ്പത്തിക ഉപദേശകനുമാണെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ടെഡ് ക്രൂസ് വ്യക്തമാക്കി. റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ പ്രകീർത്തിച്ച് ട്രംപും രംഗത്തെത്തി. അമേരിക്കയുടെ ഇറക്കുമതി തീരുവ ഭീഷണിക്ക് പിന്നാലെയാണ് കാനഡ ഇന്ത്യയോട് അടുക്കുന്നത്. കഴിഞ്ഞ വർഷം അധികാരമേറ്റ പ്രധാനമന്ത്രി മാർക്ക് കാർണി നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. കാനഡയുടെ മുൻനിര വ്യാപാര പങ്കാളിയായിരുന്ന അമേരിക്കയെ വെട്ടി മറ്റ് രാജ്യങ്ങളെ ഒപ്പം ചേർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കാർണിയുടെ ഇന്ത്യ സന്ദർശനം. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി മാർച്ച് ആദ്യവാരം ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വ്യക്തമാക്കി. യുറേനിയം, ഊർജം, ധാതുക്കൾ, AI സാങ്കേതികവിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ജസ്റ്റിൻ ട്രൂഡോയുടെ കീഴിൽ വഷളായ ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കാനഡ മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്കയുമായി നികുതി ചുങ്കത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള സാഹചര്യത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യക്ക് ഏറെ പ്രയോജനകരമാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതിനിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് തടസ്സം നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും വൈറ്റ് ഹൗസ് സാമ്പത്തിക ഉപദേശകൻ പീറ്റർ നവോറിയുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ടെഡ് ക്രൂസ് അഭിപ്രായപ്പെട്ടു. തീരുവ നയങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമെന്നും ട്രംപിന്റെ ഇംപീച്ച്മെന്റിലേക്ക് വരെ നയിച്ചേക്കുമെന്നും ക്രൂസ് മുന്നറിയിപ്പ് നൽകി. തീരുവ ഏർപ്പെടുത്തിയതിനു പിന്നാലെ സെനറ്റർമാർ നടത്തിയ ചർച്ചയിൽ ട്രംപ് പ്രകോപിതനായി പെരുമാറുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്തതായും ക്രൂസ് വെളിപ്പെടുത്തുന്നു. ട്രംപിന്റെ തീരുവ നയങ്ങളെ പരിഹസിക്കുന്ന ശബ്ദ സന്ദേശത്തിലായിരുന്നു ക്രൂസിന്റെ ഈ കുറ്റപ്പെടുത്തലുകൾ. എന്നാൽ ഇന്ത്യ US ബന്ധത്തെ പ്രകീർത്തിച്ച് ട്രംപ് രംഗത്തെത്തി. റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നാണ് ട്രംപ് ഇന്ത്യ പ്രകീർത്തിച്ചത്. ഇന്ത്യൻ ജനതയ്ക്കും സർക്കാരിനും അമേരിക്കയിലെ ജനങ്ങളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു. ഇന്ത്യയും US തമ്മിലുള്ളത് ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ജനാധിപത്യ രാഷ്ട്രവും ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രവും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധമാണെന്നും ട്രംപ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. എന്നാൽ വ്യാപാര കരാറിനെ പരാമർശിക്കാതെയായിരുന്നു ട്രംപിന്റെ സന്ദേശം എന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. ഇസ്ലാമാബാദ് വിമാനത്താവളം ഏറ്റെടുക്കുവാനുള്ള കരാറിൽ നിന്നും UAE പിന്മാറി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ 3 മണിക്കൂർ നീണ്ട ഇന്ത്യ സന്ദർശനത്തെ തുടർന്നാണ്
പിന്മാറ്റം 2025 ഓഗസ്റ്റ് മുതൽ ചർച്ചയിലായിരുന്ന കരാറാണ് UAE ഉപേക്ഷിച്ചത്. സൗദി അറേബ്യയുമായി ചേർന്ന് ഇസ്ലാമിക് നാറ്റോ സഖ്യം രൂപീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതാണ് UAEയുടെ പിന്മാറ്റത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ UAEക്ക് പദ്ധതിയിലുള്ള താൽപ്പര്യം നഷ്ടപ്പെട്ടതിനാലും വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായി പ്രാദേശിക പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തതുമാണ് കരാർ ഉപേക്ഷിക്കാൻ കാരണമെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും വിദേശ നാണ്യത്തിൻ്റെ പ്രധാന സ്രോതസ്സുമായിരുന്നു UAE. SNDPയുമായുള്ള ഐക്യത്തിൽ നിന്നും പിന്മാറിയ NSS. ഇന്ന് ചേർന്ന NSS ഡയറക്ടർ ബോർഡ് യോഗമാണ് ഐക്യ നീക്കം തള്ളിയത്. ഐക്യത്തിനായിട്ടുള്ള നീക്കത്തിന് പിന്നിൽ SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് സംശയിക്കുന്നതായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രതികരിച്ചു. അതേസമയം NSS തന്നെയൊന്നും അറിയിച്ചിട്ടില്ല എന്നും കൂടുതൽ അറിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ഇന്ന് ചേർന്ന NSS ഡയറക്ടർ ബോർഡ് യോഗമാണ് NSS SNDP ഐക്യത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനമെടുത്തത്. പലപ്പോഴും പല കാരണങ്ങളാലും വിജയിക്കാത്ത NSS SNDP ഐക്യനീക്കം വീണ്ടും പരാജയപ്പെടുമെന്ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതായി NSS നേതൃത്വം അറിയിച്ചു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ ആവില്ലെന്നും അതുകൊണ്ട് ഐക്യം പ്രായോഗികമല്ല എന്നും NSS വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഐക്യത്തിന് പിന്നിൽ SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്നും വിമർശിച്ചു. രാഷ്ട്രീയ നേതാവിനെ തന്നെ ചർച്ചകൾക്ക് നിയോഗിച്ചത് ഇതിന് തെളിവാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും NSSന് സമദൂര നിലപാടാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഐക്യത്തിലൊന്നും ആയില്ല. അതിൻ്റെ ആരംഭഘട്ടത്തിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പോഴേ തന്നെ അതൊരു വേറൊരു രാഷ്ട്രീയക്കാരനെയാണ് അതിനെ ചർച്ചയ്ക്ക് വിടുന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് രഹസ്യം എന്തോന്നാന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. SNDPയുമായി സൗഹാർദ്ദപരമായ നിലപാട് തുടരുമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. അതേസമയം NSS തന്നെയൊന്നും അറിയിച്ചിട്ടില്ല എന്നും മാധ്യമങ്ങളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇതിനെപ്പറ്റി ഒരു ചോദ്യങ്ങളോ അതിന് മറുപടികളോ നമുക്കിപ്പോൾ അപ്രസക്തമാണ്. അതുകൊണ്ട് പ്ലീസ് ഈ ചർച്ച ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ NSS SNDP ഐക്യം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. NSS പിന്മാറിയതോടെ ഐക്യം അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം. സമുദായ സംഘടനകളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ആരെയും സമ്മതിക്കാറുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അവാർഡ് നേടിയ വെള്ളാപ്പള്ളി നടേശനെ അഭിനന്ദിക്കുന്നുവെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. SNDPയും NSSും തമ്മിൽ ഒരു പരിഹാര മാർഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതിയത് എന്നും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. NSSന്റെ പിന്മാറ്റം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അത്തരം കാര്യങ്ങളിൽ ഒരു വിലയിരുത്തൽ പിന്നീട് നടത്തും. ഞങ്ങളാരും NSS ആസ്ഥാനത്ത് പോയി കാണുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തിട്ടില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. സുകുമാരൻ നായർ എല്ലാ കാലത്തും BJP വിരുദ്ധ നിലപാട് എടുത്തയാളെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. BJP ലൈനിലേക്ക് പോകുന്ന സംശയം NSSന് ഉണ്ടായി. ആ ലൈനിലേക്ക് പോയപ്പോൾ അവർ തടയിട്ടു എന്നും സമുദായ ഐക്യം നല്ലതാണ്, എന്നാൽ അത് മറ്റുള്ളവർക്ക് എതിരാകരുതെന്നും K. മുരളീധരൻ വ്യക്തമാക്കി. NSS ഒരു കാലത്തും വർഗീയ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും സമദൂര നിലപാടെന്ന ആശയമാണ് NSSൻ്റേതെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി P. K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. SNDPയും ഒരു കാലത്ത് സ്വതന്ത്ര നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പിന്നീട് വ്യതിയാനം സംഭവിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു NSS SNDP ഐക്യ നീക്കമെന്നും അത് മനസ്സിലാക്കിയാണ് NSS പിന്മാറിയതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ളവയിൽ CPM നേതാക്കൾ തിരിമറി നടത്തിയെന്ന കടുത്ത വെളിപ്പെടുത്തൽ നടത്തിയ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെടുത്ത തീരുമാനം ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ വഞ്ചിച്ചെന്ന് പറഞ്ഞ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. കണ്ണൂരിലെ രക്തസാക്ഷി ധനരാജിന്റെ കുടുംബസഹായ ഫണ്ടുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉൾപ്പെടെ ലക്ഷങ്ങൾ തിരിമറി നടത്തിയെന്ന V. കുഞ്ഞികൃഷ്ണന്റെ ഗുരുതരമായ വെളിപ്പെടുത്തൽ CPMനെ വലിയ പ്രതിരോധത്തിൽ ആക്കിയിരുന്നു. കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിനെതിരെ രൂക്ഷ വിമർശനവുമായി CPMലെ മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ തീരുമാനിച്ചത്. വ്യക്തിപരമായി ആരും ധനാപഹരണം നടത്തിയിട്ടില്ലെന്നും കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി ചർച്ചകൾ കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി. 2022 ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത വിഷയങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ വീണ്ടും ഉന്നയിച്ചത്.
തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലെന്നും അദ്ദേഹം പറഞ്ഞു. വി കുഞ്ഞികൃഷ്ണൻ കൊണ്ടുവന്ന് പാർട്ടിക്കെതിരായി നിരന്തരമായ വാർത്ത ചമക്കുന്ന ഒരു മാധ്യമത്തെ ഉപയോഗിച്ച് BJP അധ്യക്ഷൻ്റെ ചാനലിനെ ഉപയോഗിച്ച് അതിൽ തന്നെ പാർട്ടിക്കെതിരായി നിരന്തരമായ വാർത്തകൾ തയ്യാറാക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ഉപയോഗിച്ച് ഇങ്ങനൊരു ഇൻ്റർവ്യൂ നടത്തിയത് ദുരൂഹമാണ്. അദ്ദേഹം ഇത്തരക്കാരുടെ കയ്യിലെ പാർട്ടിയെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള കോടാലിക്കൈയായി അധപ്പതിച്ചിരിക്കുകയാണ്. മധുസൂദനനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് കുഞ്ഞികൃഷ്ണൻ ശ്രമിച്ചത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൽ കണക്ക് കൃത്യമാണ്. രസീത് അച്ചടിച്ചതിൽ അക്ഷരത്തെറ്റ് വന്നു. തെറ്റായ രസീത് അബദ്ധത്തിൽ പണം പിരിക്കാൻ നൽകി. അതിൽ പണം പിരിച്ചത് മധുസൂദനനല്ല, മറ്റൊരു നേതാവാണ്. ആ കണക്ക് കൃത്യമായി ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നും KK രാഗേഷ് പറഞ്ഞു. അതേസമയം കുഞ്ഞികൃഷ്ണന്റെ ഇനിയുള്ള നീക്കങ്ങളും പുറത്തിറങ്ങാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ പുതിയ വെളിപ്പെടുത്തലുകളുമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED ഉദ്യോഗസ്ഥർക്ക് മൊഴികളുടെ പകർപ്പ് കൈമാറാൻ SIT പ്രതികളുടെ മൊഴികളും സാക്ഷിമൊഴികളും നൽകും. നാളെ ED ഉദ്യോഗസ്ഥർ SIT ഓഫീസിലെത്തിയ രേഖകളും പരിശോധിക്കും. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികൾ ED റെയ്ഡിനു മുമ്പ് SITയോട് ആവശ്യപ്പെട്ടിരുന്നു. രേഖകൾ നൽകാതിരുന്നാൽ നിയമതർക്കമാകുമെന്നതിനാലാണ് SIT മേധാവി H. വെങ്കിടേഷ് മൊഴിപ്പകർപ്പുകൾ EDക്ക് കൈമാറാൻ തീരുമാനിച്ചത്. ED ഉദ്യോഗസ്ഥർ SITയുമായി ചർച്ച നടത്തിയ ശേഷം രേഖകൾ പരിശോധിച്ച് ആവശ്യമുള്ളവ കൈമാറും. പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ ആവശ്യപ്പെട്ട് SITക്ക് ED കത്തയച്ചിരുന്നു. വിശദമായ മൊഴിപ്പകർപ്പുകൾ ആവശ്യമാണെന്ന് ED വ്യക്തമാക്കിയിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT വീണ്ടും ചോദ്യം ചെയ്തു. കട്ടളപ്പാളി കേസിൽ കൂടുതൽ വ്യക്തത തേടിയ ചോദ്യം ചെയ്യൽ. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളും വേഗത്തിലാക്കിയതായി SIT അറിയിച്ചു. കുറ്റപത്രം നൽകാത്തതോടെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായിരുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരുന്നു. കുറ്റപത്രം വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിൽ മോചിതരാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച രാജ്യത്തിൻ്റെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന പ്രൗഢഗംഭീരമായ പരേഡാണ് കർത്തവ്യപഥിൽ അരങ്ങേറിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പരേഡിന് സാക്ഷികളായി. യൂറോപ്യൻ യൂണിയൻ നേതാക്കളായിരുന്നു ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥികൾ. ഇന്ത്യൻ സൈനിക കരുത്തുകാട്ടി എന്തിനും രാജ്യം സുസജ്ജമെന്ന് ലോകത്തോട് വിളിച്ചോതുന്ന പ്രൗഢഗംഭീര പരേഡിനാണ് കർത്തവ്യപഥ് സാക്ഷ്യം വഹിച്ചത്. രാവിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധീരസൈനികർക്ക് ആദരമർപ്പിച്ചതിന് പിന്നാലെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പ്രതിരോധ മന്ത്രിക്കും സേനാ മേധാവികൾക്കുമൊപ്പമായിരുന്നു പ്രധാനമന്ത്രി എത്തിയത്. ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും മുതിർന്ന റെജിമെന്റായ പ്രസിഡന്റിന്റെ അംഗരക്ഷകരുടെ അകമ്പടിയോടെ പരമ്പരാഗത ബഗ്ഗിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും കർത്തവ്യപഥിലെത്തി. ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്തതിനു പിന്നാലെ പരേഡിന് തുടക്കമായി. കർത്തവ്യപഥിലൂടെ കടന്നുപോയ സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങളും നിശ്ചല ദൃശ്യങ്ങളും രാജ്യത്തിന്റെ നേട്ടങ്ങളുടെ കഥകളാണ് പങ്കുവച്ചത്. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികവും ഓപ്പറേഷൻ സിന്ദൂറുമായിരുന്നു പരേഡിന്റെ പ്രധാന പ്രമേയം. ബ്രഹ്മോസ് ആകാശ് മിസൈൽ സംവിധാനങ്ങൾ, സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ, മെയിൻ ബാറ്റിൽ ടാങ്ക് അർജുൻ എന്നിവ പരേഡിൽ അഭിമാനമായി മാറി. ഇന്ത്യൻ സൈന്യം ആദ്യമായി പരേഡിൽ ബാറ്റിൽ അറേ ഫോർമേഷൻ പ്രദർശിപ്പിച്ചു. You can see Bajrang formation comprising 6 Rafale fighter aircraft have stopped to stare at these Rafales. കരസേനയിൽ പുതുതായി രൂപീകരിച്ച ഭൈരവ് ബറ്റാലിയനും ഒപ്പം കൗതുക കാഴ്ചയായി കരസേനയുടെ മൃഗസംരക്ഷണ വിഭാഗവും പരേഡിൽ ശ്രദ്ധ നേടി. വ്യോമസേനയൊരുക്കിയ 29 വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനം ആകാശത്ത് വിസ്മയമൊരുക്കി. Comprising 2 Rafale, 2 Sukhoi, 2 MiG-29. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിവിധ മന്ത്രാലയങ്ങൾ എന്നിവയിൽ നിന്നുള്ള മൊത്തം 30 ടാബ്ലോകളാണ് കർത്തവ്യപഥിലൂടെ നീങ്ങിയത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളം നിശ്ചല ദൃശ്യം അവതരിപ്പിച്ചത്. स्मार्टफोन और लैपटॉप पर काम करते हुए देखा जा सकता है. झांकी में वाटर मेट्रो नाव है. 77 വർഷം കൊണ്ട് രാജ്യം ആർജിച്ചെടുത്ത കരുത്ത് കർത്തവ്യപഥിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനുള്ള നിമിഷമായി മാറി.
ന്യൂസ് ഡെസ്ക് അമൃത TV. റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച സംസ്ഥാനവും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ആഘോഷത്തിൽ ഗവർണർ പതാക ഉയർത്തി. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിന്ന് വികസിത ഭാരതത്തിനായി പ്രവർത്തിക്കണമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ പറഞ്ഞു. സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി. വായുസേനയുടെ പുഷ്പവൃഷ്ടിക്ക് ശേഷം വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, സംസ്ഥാന പോലീസ്, NCC, സ്കൗട്ട്, ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, NSS വളണ്ടിയർമാർ എന്നിവയുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തിരുവനന്തപുരത്ത് ആഘോഷങ്ങളുടെ ഭാഗമായി. കേന്ദ്രവും സംസ്ഥാനവും ശത്രുക്കളല്ലെന്നും വികസിത ഭാരതത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. എല്ലാ പൗരന്മാരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. That the center and the state should be on different roles. We are not enemies, neither center nor state. All have to follow the path of coming together, having hand in hand and walking together towards the progress of this country. സംസ്ഥാനത്ത് ആദ്യമായാണ് നാഷണൽ സർവീസ് കേഡറ്റുകൾ പരേഡിന്റെ ഭാഗമാകുന്നത്. പരേഡിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലും റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ചടങ്ങിൽ സ്വാമി ആത്മാനന്ദപുരി ദേശീയ പതാക ഉയർത്തി. ആശ്രമത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള CRPF 221 ബറ്റാലിയൻ F കമ്പനി അംഗങ്ങളും കേരള പോലീസ് സേനാംഗങ്ങളും ആശ്രമാന്തേവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ അമൃത വിശ്വവിദ്യാപീഠം പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ V. രമേശ് ദേശീയ പതാക ഉയർത്തി. ഇൻഡോജീനിയസ് കോ ഫൗണ്ടറും CEOയുമായ നിക് ബുക്കർ മുഖ്യാതിഥിയായി. അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി ഡീൻ ഡോക്ടർ ബിപിൻ G. നായർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ബ്രഹ്മചാരി വിശ്വനാഥ അമൃത ചൈതന്യ, ഡോക്ടർ ഗീതാകുമാർ, ഡോക്ടർ ഭവാനി റാവു എന്നിവർ സംസാരിച്ചു. സർവകലാശാലയിലെ അധ്യാപകരും ജീവനക്കാരും ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് ഗൾഫ് പ്രവാസികളും വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ പ്രവാസി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തലും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനും ദേശീയ പതാക ഉയർത്തി. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ നടന്ന 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പുലർച്ചെ മുതൽ പ്രവാസി ഇന്ത്യക്കാർ എത്തി. തൊഴിലാളികളും സംരംഭകരും വീട്ടമ്മമാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രവാസി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി. അബുദാബി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ UAE ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ ദേശീയ പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പ്രവാസികൾക്കായി അദ്ദേഹം വായിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ദുബായിൽ പുലർച്ചെ പെയ്ത നേർത്ത മഴയുടെ പശ്ചാത്തലത്തിലാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നത്. കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയും UAEയുമായുള്ള നയതന്ത്ര വ്യാപാര സൗഹൃദ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച കോൺസുൽ ജനറൽ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങളും വായിച്ചു. Indians in UAE have been extremely special, being the largest Indian diaspora outside of India. They have always proud flag bearers of our country. They have contributed immensely to this country, to our nation, and also to building bridges between India and UAE. FOI യുവ ടീം അവതരിപ്പിച്ച സമൂഹ നൃത്തം, ദേശഭക്തി ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. രാവിലെ പെയ്ത മഴയെ അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ഇന്ത്യൻ പ്രവാസികളാണ് 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് എത്തിയത്. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.
ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനം സൗദിയിൽ വിപുലമായി ആഘോഷിച്ചു. റിയാദ് ഇന്ത്യൻ എംബസി, ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവിടങ്ങളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ റിയാദ് എംബസി അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തി. ദേശീയ ഗാനാലാപനവും മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടന്നു. രാവിലെ ജിദ്ദ കോൺസുലേറ്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി രാഷ്ട്രത്തിന് നൽകിയ സന്ദേശം അദ്ദേഹം ചടങ്ങിൽ വായിച്ചു. ഇന്ത്യ സൗദി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ പ്രവാസികൾ നൽകുന്ന സമർപ്പണത്തെയും സംഭാവനകളെയും കോൺസുൽ ജനറൽ തൻ്റെ പ്രസംഗത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചു. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് മുഴുവൻ ഇന്ത്യക്കാർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു. റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അദ്ദേഹം സന്ദേശം അയച്ചു. റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും രാഷ്ട്രപതിക്ക് സന്ദേശം അയച്ചു. സൗദിയിൽ തങ്ങളുടെ വിദേശ സുഹൃത്തുക്കളെ സൗദിയിലേക്ക് കൊണ്ടുവരാൻ സൗദി പൗരന്മാർക്ക് വ്യക്തിഗത വിസിറ്റ് വിസകൾ അനുവദിക്കാൻ തുടങ്ങിയതായി സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വിസകളിൽ വിദേശികൾക്ക് ഒറ്റത്തവണയോ പലതവണയോ സൗദിയിൽ വന്നു പോകാൻ സാധിക്കും. 90 ദിവസം മുതൽ 365 ദിവസം വരെയാണ് വിസയ്ക്ക് സാധുത ഉള്ളത്. വിസയിൽ പരമാവധി 90 ദിവസം വരെ സൗദിയിൽ താമസിക്കാവുന്നതാണ്. ഇത്തരം വിസകളിൽ എത്തുന്നവർക്ക് രാജ്യത്ത് ജോലി ചെയ്യാൻ അനുവാദമില്ല. എന്നാൽ ഉംറ കർമ്മം നിർവഹിക്കാനും സൗദിയിലെ വിവിധ പ്രവിശ്യകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും അനുവാദമുണ്ട്. സൗദിയുടെ വിവിധ കര, നാവിക, വ്യോമ അതിർത്തികൾ കേന്ദ്രീകരിച്ച് സൗദി കസ്റ്റംസ് നടത്തിയ വിപുലമായ പരിശോധനയിൽ ഒരാഴ്ചയ്ക്കിടെ 965 നിരോധിത വസ്തുക്കൾ പിടികൂടി. സമൂഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അനധികൃത കടത്തുകൾ തടയുന്നതിനുമായി സൗദി സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി നടത്തിവരുന്ന കർശന നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. പിടിച്ചെടുത്തവയിൽ മയക്കുമരുന്നുകളും ആയുധങ്ങളും ഉൾപ്പെടെയുള്ള ഗൗരവതരമായ കേസുകൾ ഉൾപ്പെടുന്നു. 114 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ SA അജിംസിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം ജിദ്ദയിൽ സ്വീകരണം നൽകി. മീഡിയ ഫോറം പ്രസിഡന്റ് ജലീൽ കണ്ണമംഗലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഗഫൂർ കൊണ്ടോട്ടി സ്വാഗതവും ട്രഷറർ സുൽഫിക്കർ ഒദായി നന്ദിയും പറഞ്ഞു. വിവിധ മാധ്യമപ്രവർത്തകർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആഗോളതലത്തിൽ വില ഉയർന്നതോടെ കേരളത്തിലും കുതിച്ചുകയറി സ്വർണം. ഇന്ന് പവന് കൂടിയത് 3000 രൂപയാണ്. പവൻ്റെ വില 1,19,320 രൂപയായി. ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ കാരണം ഇനിയും വില ഉയരുമെന്നാണ് സൂചന. വെള്ളിയുടെ വിലയും വർദ്ധിച്ചു. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുന്നു. നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തും. അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ അടുത്ത മാസം മുതൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. നിരന്തരമായി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും യാതൊരു പരിഹാരവും ഇല്ലാതായതോടെയാണ് കടുത്ത സമരത്തിലേക്ക് കടക്കാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒരുങ്ങുന്നത്. നാളെ സൂചനയായി OP ബഹിഷ്കരിക്കും. നിരന്തരമായി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും യാതൊരു പരിഹാരവും ഇല്ലാതായതോടെയാണ് കടുത്ത സമരത്തിലേക്ക് കടക്കാൻ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒരുങ്ങുന്നത്. സൂചനയായി OP ബഹിഷ്കരിക്കും. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സാ നടപടികളും ഒഴിവാക്കും. സെക്രട്ടേറിയറ്റ് ധർണയും സംഘടിപ്പിക്കും. ഫെബ്രുവരി 2 മുതൽ അനിശ്ചിതകാല അധ്യാപന ബഹിഷ്കരണത്തോടൊപ്പം അനിശ്ചിതകാലത്തേക്ക് OPയും ബഹിഷ്കരിക്കും. ഫെബ്രുവരി 9 മുതൽ അനിശ്ചിതകാല അധ്യാപനവും OP ബഹിഷ്കരണവും തുടരുന്നതിനൊപ്പം അനിശ്ചിതകാലത്തേക്ക് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തും. ഫെബ്രുവരി 11 മുതൽ സർവകലാശാല പരീക്ഷാ ജോലികളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്നും KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, അന്യായമായ പെൻഷൻ സീലിംഗ് കേന്ദ്രനിരക്കിൽ പരിഷ്കരിക്കുക, താൽക്കാലിക കൂട്ടസ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സുഗമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പാക്കാത്തതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പ്രതിഷേധം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബദ്രിനാഥ്, കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് വിലക്കേർപ്പെടുത്താൻ ക്ഷേത്ര കമ്മിറ്റിയുടെ നീക്കം. അടുത്ത ബോർഡ് മീറ്റിംഗിൽ ടെമ്പിൾ കമ്മിറ്റി അന്തിമ തീരുമാനം കൈക്കൊള്ളും. കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വിലക്ക് ബാധകമായിരിക്കും. ഉത്തരാഖണ്ഡിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബദ്രിനാഥ്, കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ ഇനി മുതൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ചാർധാം തീർത്ഥാടന സർക്യൂട്ടിന്റെ ഭാഗമായ ഈ 2 ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളല്ലാത്തവർക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് ക്ഷേത്ര കമ്മിറ്റി വ്യക്തമാക്കി. ബദ്രിനാഥ്, കേദാർനാഥ് ധാമിലും ബദ്രിനാഥ്, കേദാർനാഥ് ടെമ്പിൾ കമ്മിറ്റി നിയന്ത്രണത്തിലുള്ള മറ്റ് ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനം വിലക്കാനാണ് നീക്കം. ക്ഷേത്ര കമ്മിറ്റിയുടെ അടുത്ത ബോർഡ് മീറ്റിംഗിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും.
ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഹേമന്ത് ദ്വിവേദിയാണ് വിലക്ക് ഏർപ്പെടുത്തുന്നതായി സ്ഥിരീകരിച്ചത്. ഏപ്രിൽ 23-നാണ് ബദ്രിനാഥ് ക്ഷേത്രം തുറക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗംഗോത്രി, യമുനോത്രി എന്നിവയാണ് ചാർധാമിന്റെ ഭാഗമായ മറ്റു പുണ്യസ്ഥലങ്ങൾ. ഇവ ഏപ്രിൽ 19-നാണ് തുറക്കുന്നത്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചാർധാം യാത്രയിൽ ഒട്ടേറെ തീർത്ഥാടകർ പങ്കെടുക്കാറുണ്ട്. ചാർധാം യാത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന യാത്ര കൂടിയാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇനി കായിക വാർത്തകൾ നോക്കാം. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ മത്സരം ബഹിഷ്കരിക്കാൻ ഒരുങ്ങി പാകിസ്ഥാൻ. നിർണായക പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെന്നാണ് സൂചന. ഇന്ത്യയിൽ കളിക്കാനില്ല എന്ന നിലപാടിനെ തുടർന്ന് ലോകകപ്പിൽ നിന്നും പുറത്താക്കിയ ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിച്ചായിട്ടാണ് പാകിസ്ഥാന്റെ നീക്കം. ബംഗ്ലാദേശിന് പകരം ICC സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തിയിരുന്നു. ടൂർണമെന്റിലെ മറ്റ് മത്സരങ്ങളിൽ കളിക്കുമെങ്കിലും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ത്യക്കെതിരായ മത്സരം മാത്രം ബഹിഷ്കരിക്കാനാണ് PCB ആലോചിക്കുന്നത്. ICC കടുത്ത നടപടിയെടുക്കുമെന്ന ആശങ്കയുള്ളതിനാലാണ് പൂർണ്ണമായി പിന്മാറാത്തത്. ഫെബ്രുവരി 15-ന് കൊളംബോയിലാണ് ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം നടക്കേണ്ടത്. ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയിൽ ശേഷിക്കുന്ന മത്സരങ്ങളിലും ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിനൊപ്പം തുടരും. പരിക്കേറ്റ തിലക് വർമ്മയ്ക്ക് പകരക്കാരനായി ആദ്യ 3 മത്സരങ്ങളിലേക്കായിരുന്നു അയ്യരെ പരിഗണിച്ചിരുന്നത്. വിജയ് ഹസാരെ ട്രോഫിക്കിടെ പരിക്കേറ്റ തിലക് വർമ്മ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. നിലവിൽ തിലക് വർമ്മ വിശ്രമത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ശ്രേയസ് അയ്യർ മറ്റു മത്സരങ്ങളിലും പകരക്കാരനായി തുടരുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.